ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ജംബോ മാക്സിയാണ്. 60ലാണ്. ടാപ്പില്ലേ നോക്കിയതാട്ടോ. അപ്പോൾ 60ലാണ്. 60 ജംബോ മാക്സിയാണ്. എംബ്രോയിഡറിനും കാര്യങ്ങളൊന്നുമില്ല, സാധാ പച്ചടി ഒക്കെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 81 86 87 24 54 മെസ്സേജ് അയക്കുക. നമ്മൾ ഗിവ് അവേൻ്റെ വിന്നർ 2 ദിവസം കൂടി കഴിഞ്ഞാൽ, കാരണം ഇപ്പോഴത്തെ ചെറിയൊരു തിരക്കാണ്, അറിയാലോ. പോസ്റ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളതിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് 60 സൈസും 60 ജംബോയൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കുക. ഷാലുവാ, ഈ ഷാള് ഒന്ന് നിർത്തി തരുമോ? എന്നാൽ ജംബോ മാക്സ് എടുക്കുന്നവർക്ക് ഷാളും ഒരു മിനിറ്റ് എന്നാൽ ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ വലിയ ഷാളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജംബോ മാക്സി ഫസ്റ്റ് അങ്ങോട്ട് തുടങ്ങുക കേട്ടോ. ജംബോയിൽ വരുന്നത് ഇതാണ് ഫസ്റ്റ് മോഡല്. ഇതാണ് കേട്ടോ. വീതിയില്ല എന്നാരും പറയുന്നത്, വീതിയില്ല എന്നാരും പറയുന്നത്. ഇതാണ് നമ്മളെ മാക്സി ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഞാൻ അളന്നിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അറുപത് ഇഞ്ച് മക്കളെ, 60 ഇഞ്ച്. ഇതാട്ടോ ഇവിടെ ഞാൻ പിടിച്ചോണു. ഇതാട്ടോ 30 ഇതാകണം, 30 കവിഞ്ഞ് നിൽക്കുന്നു. 30.5 61 ഇഞ്ച് ചെസ്റ്റ് വീതിയിൽ വരുന്നേ മാക്സി. നല്ല വീതി ഉണ്ടാകും. ഇതാകണം ഇങ്ങനെ നല്ല വീതി ഉണ്ടാവും. 42 പറയുന്നത് റൗണ്ട്. ഇതതിൻ്റെ സ്ലീവ് കേട്ടോ, കണ്ടില്ലേ സ്ലീവ്. അപ്പോൾ ഏറ്റവും തടിയുള്ള ആൾക്കാർക്ക് 60 ഇഞ്ചിൽ ജംബോ ഉണ്ടോ, 60 ഇഞ്ചിൻ്റെ ജംബോ ഉണ്ടോ എന്ന് ചോദിക്കും. ഇതാണ് കേട്ടോ 60 ഇഞ്ചിൽ ജംബോ. 30 30 60. അപ്പോൾ ടേപ്പ് ഞാൻ മറക്കും അടുത്ത. അപ്പോൾ അതിൽ അടുത്ത കളറ് കേട്ടോ, കാണില്ലേ അടുത്ത കളർ വരുന്നത് ഫുൾ ഇങ്ങനെ തന്നെ. അപ്പോൾ താഴ്ഭാഗം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇനി അത് ഒരു പ്രിൻ്റ്, അടുത്തത് ഈ പ്രിൻ്റ്. ഇതിലൊന്നും കൂടുതൽ പീസില്ല കേട്ടോ, ഇനി കൂടുതൽ പീസില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കണം എന്താ വെച്ചാൽ, ആർക്കെങ്കിലും ഒരാൾക്ക് ചിലർക്ക് കിട്ടാത്ത പോലെ ഉണ്ടാകും, വീതിയുള്ള മാക്സികൾ കിട്ടാത്ത പോലെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ഓർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോസ് ചെയ്യണത്. അല്ല, ഇതാണ്. ഇതിലൊന്നും കൂടുതലില്ല. 60 ലെങ്ത്താണ് വരുന്നത്. 60 ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അങ്ങനെ വരുന്നുണ്ട് 60 ഇഞ്ച്. ഇതൊക്കെ ആദ്യം ചെയ്യേണ്ടത് അവസാനത്തിലേക്ക് മാറ്റി. ഇതാ കൊണ്ട് അടുത്ത പ്രിൻ്റ് വരുന്നത് ഒക്കെ വലിയ ഇപ്പോഴത്തെ ടോപ്പ് മോഡൽ ടോപ്പ് ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഇടയിൽ, ഫ്ലോറൽ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് 29 ഇഞ്ച് കേട്ടോ. ഇത് 29 30 ഇഞ്ച് ഉണ്ട്, കണ്ടില്ലേ. ഇനി 30 ഇഞ്ച് ഉള്ളവർക്ക്, 60 ഇഞ്ച് ചെസ്റ്റ് വീതി ഉള്ളവർക്കുള്ള മാക്സി കിട്ടിയില്ല പറയരുത്, ഒരാൾ എടുത്തോട്ടെ. ഇതാട്ടോ, കണ്ടാൽ തന്നെ അറിയത് നല്ല വീതി ഉണ്ട് എന്നുള്ളത്. ഞാൻ അങ്ങനെ നിന്നാലോ, കണ്ടില്ലേ. അപ്പോൾ അടുത്തത് ഞാൻ ഒന്ന്, അപ്പോൾ മക്കളെ ഇതാണ് കേട്ടോ ആ മാക്സി. പക്ഷെ ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ മേലെയാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ ആ നല്ല വീതിയാണല്ല, അതിൻ്റെ മേലെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പോലും ആ ഡ്രസ്സല്ലേ, അത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഞാനിത് ഇട്ടിട്ടുള്ളത് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നല്ല വീതി ഉണ്ട് പറഞ്ഞാൽ, എന്നിട്ട് പോലും ഇതാക്കണം കേട്ടോ, ഇത്ര വീതിയുണ്ട്. അപ്പോൾ ഇതാണ്
അപ്പോൾ ഞാൻ ഷാല് നിർത്തിന്ന് ഒരു ഷാൾ കൊടുത്തുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ സൂപ്പറല്ലേ, കണ്ടല്ലേ. അപ്പോൾ ഇനി എനിക്ക് പാകത്തെ മാക്സി ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് പാകത്തെ മാക്സി ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഇപ്പോൾ അത്രയും വീതിയാണ് ഞാൻ ഇട്ട് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി ഇതിവിടെ കടല്ലേ, ഇത് ഈ ഷാൾ ഇതൊക്കെ വെച്ചാൽ. അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് കേട്ടോ. ഷാല് പറയുന്നത് നിങ്ങൾ എടുത്തോളൂ, ഇത് നിങ്ങൾക്ക് നല്ല രസം ഇട്ടിട്ട്. അപ്പോൾ ഷാള് വേണ്ടോല് ഷാള് അടയാളപ്പെടുത്തി വിടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാക്സ് എടുത്ത് വെക്കും. ഇതാണ്, അത്രയും വീതി ഉണ്ട്, അത്രയും. പക്ഷെ എനിക്കെന്താ വെച്ചാല് എൻ്റെ അടിയിൽ ഡ്രസ്സുകളുണ്ട് കേട്ടോ, അതിൻ്റെ മേലെയാണേ. അപ്പം അത് ഊരിയിട്ട ഒന്നുകൂടി ലൂസാവും. ഇതാ ഉണ്ടില്ലേ അതിൻ്റെ ഇത് 2 വെച്ച് കുണിച്ച്. അപ്പോൾ ഇതാട്ടോ, ഇനി വീതി ഇല്ല, വീതി ഇനിയുണ്ട്. ഇതും ഇതിൽ ഒരൊറ്റ ടേപ്പ്, അതുകൊണ്ട് എടുക്കേ പോയി. ഇതാട്ടോ, ഇതും ഏകദേശം അത് തന്നെയാണ്, ആ സെയിം വീതിപ്പെട്ട മാക്സി തന്നെയാണ്. കണ്ടല്ലേ, ഞാട്ടിനെക്കാട്ടിലും ഉണ്ടെന്ന് ഒന്ന് അളന്നോ. അപ്പോൾ അത് ടേപ്പ് കിട്ടിയോ. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഓൻ പറഞ്ഞു ഇത് അതിനെക്കാട്ടിലും ഉണ്ടോ, നമുക്ക് നോക്കട്ടോ. സെയിം 30 തന്നെയാണ്, 31 30 കറക്റ്റാണ്. കണ്ടല്ലേ, ഇതാ ഞാൻ മഞ്ഞ മഞ്ഞ നോക്കി ഒക്കെ ഒരു കട്ടിങ്ങിൽ വരുന്നടാ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പീസുകളാണ്. കണ്ടില്ലേ, അപ്പോൾ ഇതാക്കണം. കൊള്ളൂല എന്ന് പറയുന്നത് കൊള്ളും. 60 ഇഞ്ചാണ് വരുന്നത്, കൊള്ളും നിങ്ങൾക്ക്. ഇതാക്കണം. ഇങ്ങനെ ഇതൊക്കെ അതിൽ പെട്ടതാട്ടോ. ഇത് എത്ര ഉണ്ടടാ, ഇത് വേറെ ഉണ്ടെങ്കിൽ നീ ഇല്ലേ, ഒരു തെറ്റ 3 ഇതൊന്നും അതൊന്നും ഇതാട്ടോ. അപ്പോൾ 60 ഇനിയും വരാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാണ്, 270 കേട്ടോ. 270. ഇതൊക്കെ ഇപ്പോൾ ഇന്നലെ അല്ലേ, എന്ന് രാവിലെ ഇത് വന്നത്, വെള്ളിയാഴ്ച രാവിലെ കേട്ടോ ഈ മാക്സികളൊക്കെ വീണ്ടും എത്തിയത്. ഞാൻ സ്റ്റോക്ക് എടുക്കാനാവില്ല വിചാരിച്ചിട്ടായിരുന്നു, കാരണം ഇനി ഒരു 8 ദിവസത്തിനായിട്ട് നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഒരു വീണ്ടും ഉണ്ട് പറഞ്ഞിട്ട് ഇതാട്ടോ. ഇത് ഇത് 28 ഇഞ്ചുള്ളൂ കേട്ടോ, 28 ഇഞ്ചുള്ളൂ. ഇതാണ്
ഇതാട്ടോ. അതിൻ്റെ ഇത് നമ്മൾ മറ്റേ ഇതിൽ നിർത്തിക്കണം കേട്ടോ. അത് ആ സെയിം സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടെണ്ണം ഞാൻ നിർത്തണില്ല. നമ്മളിതിൻ്റെ മുന്നേ ഇപ്പോഴാണ് അത് അവിടെ ഇരിക്കണ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നിർത്താത്ത സാധനമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു പ്രിൻ്റാണ്, കണ്ടില്ലേ? ചെസ്റ്റ് വീതി 28 ഇഞ്ച് കേട്ടോ. അതിന് കുറച്ച് ഇതാണ് പ്രിൻ്റ് വരുന്നത് കേട്ടോ. മംഗോളിയൻ ഡിസൈൻ എന്നാട്ടോ ഇതിന് പറയാം. എൻ്റെ കുട്ടിക്ക് അത് കേൾക്കാൻ പറ്റില്ല. ഇതാണ് മംഗോളിയൻ ഡിസൈൻ പെട്ട അടുത്തൊരു കളർ. എന്താ കേട്ടോ അല്ല, ഞാൻ എന്താ എന്നും ഡിസൈൻ ഇത് മംഗോളിയനാണ് പറയുമ്പോൾ എനിക്ക് പറ്റില്ല. അപ്പോൾ അടുത്തൊരു ഡിസൈൻ വരുന്നത് ബ്ലാക്ക്. ഇവിടെ ഇതിന് ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു പ്രാവശ്യങ്ങൾ അങ്ങനെയാണ് ഇട്ടല്ലേ. അല്ല അപ്പോൾ നമ്മൾ എന്താ പറയല്ലേ. ഇനി അതല്ല, ഇതിന് നെക്ക് വാങ്ങിയിട്ട് നമുക്ക് വെക്കാം. ഇവിടെ നെക്ക് വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ ആ നെക്ക് ഇവിടെ ഇടാം. അപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നെക്ക് വാങ്ങിയിട്ട് സെപ്പറേറ്റ് കൊടുക്കുക. ഞാൻ തന്നെ എടുത്തുവെച്ച് തോന്നുന്നു. ഓരോ നെക്കിൽ 40 രൂപ വെച്ചിട്ട്. ഇനിയിപ്പോൾ നെക്ക് നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലേ ഈ നെക്ക് ഇങ്ങനെ ഇത് വാങ്ങിയിട്ട് ഇത് ഇവിടെ വെച്ച് കൊടുത്താലും മതി. ഇത് കട്ട് ചെയ്ത് ഉള്ളിലാക്കിയിട്ട് ഒരു അടിക്കാൻ അറിയണം. അങ്ങനത്തെ നെക്ക് വാങ്ങിക്കാൻ കിട്ടും. സെപ്പറേറ്റ് ഫാൻസി പോയാൽ 15-20 റുപ്യ കൊടുത്താൽ ബട്ടൺ ഹൗസിൽ പോയാൽ അങ്ങനത്തെ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇവിടെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അപ്പോൾ എംബ്രോയ്ഡറി ആയും ചെയ്തു. ഈ 270 റുപ്യയിൽ ഒരു 20 റുപ്യ ചിലപ്പോൾ ഒരു 30 റുപ്യ ഏതായാലും നിങ്ങൾ അടിക്കൂലി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ നെക്ക് കേട്ടോ. ഇങ്ങനത്തെ ഒന്നല്ല, ഇതേപോലെ എംബ്രോയ്ഡറി നെക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ നമ്മളെ അതെവിടെ എനിക്കറിയില്ല. അപ്പോൾ അടുത്ത ഒരു പ്രിന്റ് വരുന്നത്, ഇനി കുറേ ആൾക്കാർ ഇതില്ല, നെക്ക് മോഡലില്ല പറയുന്നത്. ഇത് സൂപ്പറാട്ടോ. ഇത് സൂപ്പറാണ്. ഇതൊക്കെ നല്ലത് കാണുമ്പോൾ മുയ് കൊടുത്ത് പോരണം. പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, അത്തിപ്പഴം പോക്കുമ്പോൾ കാക്കക്ക് വായ്പുണ്ണ് അങ്ങനെ പറയുമല്ലോ. അതേമാതിരിയാണ്. നല്ലത് കാണുമ്പോൾ നമ്മുടെ അടുത്ത് എടുക്കാൻ ചിലപ്പോൾ അത്ര നമ്മളെല്ലാതും കഴിഞ്ഞ് അവിടെ എത്തുന്ന സമയത്തേക്ക് നല്ല രസമുള്ളത് കാണാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് അത്ര എടുക്കാൻ. എന്നാലും ഇത് കുറച്ചൊക്കെ ആൾക്കാർക്ക് തരാൻ പറ്റൂ കേട്ടോ. വേറെ അതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇതാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ അത്തിപ്പഴം പോക്കുമ്പോൾ കാക്കക്ക് വായ്പുണ്ടെന്ന മാതിരി. ചിലത് കാണുമ്പോൾ രസമാണ്. കണ്ടില്ലേ ഇതെങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇത് 28 ചെസ്റ്റ് വീതി വരുന്നുണ്ടാവുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞുതരാം. എടാ കീഞ്ഞങ്ങോട്ട് പോയി. കുമ്പിടുക എന്ന് പറഞ്ഞ അതിലും വലിയ മടി വേറൊന്നുമില്ല. 28 ഇഞ്ചുള്ളൂ. ചിലപ്പോൾ നമ്മളിങ്ങനെ പറയണ ചിലർക്കൊന്നും പറ്റൂല. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടിച്ചിങ്ങോട്ട് പൊയ്ക്കോളൂ. നമുക്ക് കേട്ടോ ഇതാണ്. എടാ ആ ഷാളത് കാണിച്ച വേഗം നിർത്തിയിട്ട് വേഗം കൊണ്ടാ. ഞാൻ നിർത്തിക്കോളാം. എന്നാ
ജംബോക്കാർക്ക് കണ്ട ഞാൻ നിർത്തിക്കോളാം. നിങ്ങൾ കൊണ്ട മതി വേറെ നിർത്തിക്കോ. ഇതൊക്കെ മാച്ചാവില്ലേ? ഇത് ഞങ്ങൾക്ക് നിർത്തി കാണിച്ചു തരട്ടോ. അപ്പൊ കുറച്ച് സമയം പിടിച്ചു. എന്നാ ഞാൻ ഇത് പെരുന്നാക്ക് സാധനം ആ വെറുതെ ഞാൻ ഇതൊന്നും എടുക്കൂല കേട്ടോ. ഞാനത് പറയും. എന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ചോറ് അങ്ങോട്ട് തിന്നാ പിന്നെ മക്കളെ കടന്നുറങ്ങാ. ആ ഉറക്ക എപ്പ കഴിയണോ അപ്പളാ നീച്ചോളൂ. ചിലപ്പോ 4 മണിക്ക്. ആ ഇത് കണ്ടില്ലേ, നമ്മള് രാത്രി ഉറക്കം വെച്ച് എന്നോട് കൊറേ ഒരു പറഞ്ഞു കേട്ടോ, ഈ മാക്സി കൊണ്ടേക്കാണ്ട് നിങ്ങള് ആ സൈഡ് പ്രിന്റ് ഷാളുണ്ടല്ലോ. ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ മാക്സി അപ്ലോഡ് ആക്കാതിരുന്നത്. സൈഡ് പ്രിന്റ് ഉള്ള ഷാൾ എടുത്ത് കൊടുത്തിട്ട് അത് ഇതൊക്കെ മാച്ച് ആക്കിയിട്ട് ഇപ്രാവശ്യം തന്നെ അപ്പൊ അതും കൂടി കൊടുത്തിട്ട് ഞാൻ അങ്ങനെ മാച്ച് ആക്കി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനി കുറേ ആൾക്കാർക്ക് ഇനി ജംബോ വേണം. നമ്മളെ മുന്നത്തിൽ കുറച്ച് ജംബോ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ കളർ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ മാച്ചായിട്ട് ഞാൻ പറയുന്നു, ഇതൊക്കെ മാച്ചായിട്ട് എല്ലാവർക്കും മാച്ചായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ആ ഷാള് നമ്മൾ അടുത്ത വീഡിയോസിൽ, ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അതും ഇതൊക്കെ മാച്ചായിട്ട് ഇനി നിങ്ങൾ നോക്കുക കേട്ടോ. മാച്ച് എടാ ഒരു ചുവന്ന കാപ്പില്ലേ അടുത്ത അതിൻ്റെ കാലിൻ്റെ അടുത്ത് അപ്പുറത്ത് കേട്ടോ. ഇങ്ങനെയൊക്കെ മാച്ച് വരുള്ളൂ. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അതവിടെ നിന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു ഇതാട്ടോ ഇങ്ങനെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പ്ലെയിൻ ഷാളാണ് മാച്ച് തോന്നുന്നു അല്ലേ. ആ സൈഡ് പ്രിൻ്റ് ഉണ്ടെങ്കിൽ പിന്നെയും പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ അടുത്തൊരു പ്രിൻ്റ് വരുന്നത്, പ്രിൻ്റ് അല്ല കളറ് വരുന്നത് നല്ല പൊടി ഉണ്ടാവും. കണ്ടില്ലേ, ഇത് അവസാനം കാണിച്ചത് കൊണ്ട് ആദ്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരണം. അലർജി പൊടി കേട്ടോ. ഓന് ഈ ഡ്രസ്സ് മൊത്തം പൊടി പറ്റില്ല, അതാണ്. ഞാനോട് പറഞ്ഞോളൂ ഇതിലുണ്ട് എന്നുള്ളത്. ഇഷ്ടംമാതിരി പ്രാവശ്യം പറഞ്ഞോ. ഇതാക്കണം ഇനിയുണ്ടോ? അവരൊറ്റ എന്തെങ്കിലും അത് ഞാനവിടെ തട്ടിക്കൊട്ടിയപ്പോഴേക്ക് വെച്ചിട്ട്. അപ്പം അടുത്തൊരു കളറ് വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ആദ്യമായിട്ടാണല്ലോ കളർ ചേഞ്ച് ഒക്കെ വരുന്നത്. നമ്മൾ ആദ്യം ഷാള് ഇത് ഞാൻ ഇതിന്റെ കടിക ഓരോ ഷാൾ ഇങ്ങനെ എടുത്ത് അടിക നിർത്തിയത്. അപ്പോൾ ഷാള് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഷാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇനി ആർക്കെങ്കിലും ഷാള് വലിയ ഷാള് വേണമെന്ന് തോന്നുകയാണെങ്കിൽ, കാരണം 60 ഇഞ്ച് വീതിൻ്റെ മാക്സിയാണ് നമ്മൾ കാണിക്കുന്നത്. അതെ, ഈ കവറുണ്ടല്ലോ ഇവിടെ, ഈ കവറ് ഇങ്ങനെ മിനിങ്ങുമ്പോൾ അപ്പുറത്തെ ഗ്ലാസ്സമ്മേ ആ നദിയിൽ കണ്ടപ്പോൾ ഞാനൊന്ന് കാളിപ്പോയി. അത്രയേ ഉള്ളൂ. 2 മണിയായില്ലേ ഇതാട്ടോ. ഇനി അടുത്ത് വേഗം തന്നോ. അപ്പോൾ ഒരു ഷാള്, അപ്പോൾ ഇത് കാണിച്ചു തന്നെ. ഇതിപ്പോൾ രണ്ടാമത്തെ ഷാൾ നമ്മൾ ആ മാക്സിക്ക് കാണിച്ചു. രണ്ടാമത്തെ ഷാള് ഞങ്ങൾ ഇഷ്ടത്ത് ഡാമേജ് ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. അല്ല ഇഷ്ടത്തല്ല, പാതിരായതുകൊണ്ട് കാരണം ഡാമേജ് ഒന്നും കൂടുതൽ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല കേട്ടോ ഇതില്. ഞാൻ അടുത്ത് കാണിച്ചാ വേഗം. അതല്ലേ എന്താ നിങ്ങൾ ഈ ഷാളിട്ട് കണ്ട് തൊള്ള തുറന്ന് നിൽക്കുന്ന ഫോട്ടോ സ്ക്രീൻഷോട്ട്. ഇന്ന് ഒരാൾ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇങ്ങനെ പിടിച്ചിക്കണോ, ഇങ്ങനെ സത്യത്തില് ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് പ്രസംഗിച്ചാൻ പോയിന്നോ. കാണുവേ അതാണോ സ്ക്രീൻഷോട്ട് നല്ല രസമാണ്. ഇതിന് ഇതിങ്ങനെയാണ് വായ പൊളിച്ച് കണ്ട് നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ അടുത്തൊരു കളറ്
ഡാമേജ് നോക്കിട്ടോ, കാരണം അവർക്ക് റിട്ടേൺ അയക്കാനുള്ള ടൈമും കൂടി ഇല്ല. പെരുന്നാൾ മൂട്ടിലാണ് ഇത് കൊടുക്കണത്. ഇതൊക്കെ ഓരോ പീസുള്ളൂ. ഞാൻ ഈ 2 പീസ് കണക്കാക്കി വെക്കാൻ പറഞ്ഞു. വെച്ചിട്ടില്ല. കുറച്ചുണ്ട്. ചിലതൊക്കെ ഈ 2 ഉണ്ട്, ചിലതൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ. ഞാൻ അടുത്ത പ്രിന്റ് വേഗം എടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തല്ലോ നിങ്ങള്. ഇതിനാണ് കുറേ സുന്ദരിമണികൾ ചോദിച്ച ഷാള്. താത്ത ആ ഷാൾ ഇനിയുണ്ടോ? ആ ഷാൾ ഇതൊന്നും തന്നെ ഒളിഞ്ഞ് ആ ഷാൾ ഇനിയുണ്ട്. ഇതില്ലേ നല്ല പ്ലെയിൻ ടോപ്പൊക്കെ, കറുപ്പ് ടോപ്പൊക്കെ എടുത്തിട്ട് അടിച്ചിട്ട് ഈ ഷാളല്ലേ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? ഇതാട്ടോ, ഞാൻ കണ്ണും വീട്ടൊന്നും ഇല്ല, നിങ്ങൾ എടുത്തോളി. ഞാൻ അടുത്ത ആഴ്ച കറക്റ്റ് ഇറങ്ങിയാൽ മതി. എന്നാലും ഇടാവൂല, അങ്ങനെയും എടുത്ത് അയച്ചു തരുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത് കിട്ടോ. ഇതിൻ്റെ വക്കൊക്കെ കണ്ടില്ലേ? ബോർഡർ നമ്മൾ കളിയാക്കിയല്ല. എന്താ ഈ സാധനം ചോദിച്ചു, ഈ സാധനം ചോദിച്ചു, പക്ഷെ ഫോട്ടോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഏതാണ് ഈ ഷാള് ആണല്ലേ? പക്ഷെ അപ്പൊ നിങ്ങള് ഒന്ന് നോക്കുക, മേലക്കൊക്കെ നോക്കുക, നിങ്ങള് ഫോട്ടോ ഇട്ടുകണെന്നുള്ളത് അല്ലേ? അതെടാ, കുറേ ഉമ്മമാരുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തതും ഒക്കെ, എങ്ങനെയാണ് ഈ സംഭവം എന്നറിയാത്ത ഒരുപാട് ഉമ്മമാരുണ്ട്. പേരക്കുട്ടികളും ഓല് വരച്ചിട്ട് കാത്തിക്കണൂലുണ്ടാകും. അപ്പോൾ അതൊന്നും നമ്മൾ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നമ്മളൊരു പ്രശ്നമാണ്, നമുക്കൊരു ഫോട്ടോസ് പോലും എടുക്കാനും നമ്മളെ ഇതൊക്കെ പോലും തള്ളാൻ കണ്ടില്ലേ? മിസ്സുണ്ട് കേട്ടോ. ഏടാ ഞാൻ പറഞ്ഞതാ, പറയണ്ട. ഈ മാക്സിക്ക് ഇത് പറ്റൂലേ? ഇത് വെച്ചിട്ടോ, ഈ മാക്സിക്ക് ഒരാളെ വരാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ 2 ആള്. അതിൽ കൂടുതൽ വന്നാൽ എനിക്ക് പണിയാകും. ഞാൻ ആ ഷാൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളൂ അന്ന്. പക്ഷെ ആ ഷാളിന് പിന്നെ വെറും ആ ഷാളിന്റെ സ്ക്രീൻഷോട്ട് സംഭവം 15 മിനിറ്റ് മേലായ വീട് മേലായ ഇനി ആ സാധനത്തിന് മേലക്ക് വരണ്ട അല്ലേ? അതല്ല സംഭവം. ഞാൻ ആ ഷാൾ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടെന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും ആ ഷാള് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് ഇതുണ്ടോന്നാണ് ചോദിക്കുന്നത്. ആരും അതിൽ കാണിച്ച സാധനത്തിന് എല്ലാവരും ആ ഓർഡർ തരുന്നത്. ഇതാണില്ലേ? അങ്ങനെയൊക്കെ നിൽക്കാൻ നല്ല സുഖമാണ് ഇതിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതിന് നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഈ മാക്സിമം ഷാളുകളൊന്നും ഇട്ടിട്ട് നിൽക്കാനുള്ള ടൈം എവിടെയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഈ മാക്സി ഷാളൊക്കെ ഇല്ലേ, ഇത് പറ്റും. ഇത് കളർഫുള്ളാണ്. ഇതൊക്കെ പ്ലെയിനാണ് രസം ഉണ്ടാവുള്ളൂ, പ്ലെയിൻ മാക്സി രസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനത്തെ ഈ ഷാളൊക്കെ എടുത്താൽ ഏതൊക്കും പറ്റും, പക്ഷേ 2 ആളെ വരാൻ പറ്റുള്ളൂ. കൊണ്ടാ അല്ല, നമ്മളെ ആ സൈഡ് പ്രിന്റ് ഷാളുണ്ടല്ലോ എപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഓർഡർ എടുക്കാട്ട് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒരു 8 ദിവസം കൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ആണെങ്കിൽ എത്തിച്ചേരട്ടെ. ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാവരും ശ്രദ്ധക്ക് വീണ്ടും പറയുകയാണ്, പെരുന്നാള് കഴിഞ്ഞിട്ട്. കണ്ടല്ലേ? കണ്ടു. ഇതൊക്കെ പ്രിന്റ് വേറെയാണ് മക്കളെ. ഫോട്ടോ എടുത്തോളിട്ടോ. ഇനി അതല്ല രസേ, ഒരുപാട് ആൾക്കാർ കടയിൽ വരും കേട്ടോ. ഓരോ മൊബൈൽ നിറച്ചിൻ്റെ ഫോട്ടോ ആയിക്കാരാ. അതാ വലിയ അത് നിർത്തിയത് ഏതിലൊന്നും കൊണ്ടാ. ഓരോ ഫോണിൽ താത്ത ഞാൻ അത് കാണുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുക്കും, ഇത് കാണുമ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കും. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇവിടെ വരുമ്പോ സാധനം കഴിയും. സാധനം 4 പോലെ ഇതാക്കില്ല. പക്ഷേ ഓരോ ഫോണ് നിറച്ചിപ്പോ. അപ്പൊ എങ്ങനെ അത്ര ആൾക്കാര് ഫോണിൽ എന്റെ ഫോട്ടോ എത്ര കൊല്ലം ഞാൻ ഇതുവരെ ഡിലീറ്റ് ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാണ്ട് ഇഷ്ടമായതൊക്കെ ഇപ്പോഴും ഡിലീറ്റ് ആക്കാതെ വെച്ചിക്കാണ്. നിങ്ങൾ പറയുന്നത് എന്റെ കണ്ണും പാത്ത ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ അയച്ചു തരണ്ട് കേട്ടോ. കണ്ടില്ലേ? നിങ്ങൾ എനിക്ക് തന്നെ കാണിച്ചു തരും. ഇതൊക്കെ നിങ്ങളെ ഫോട്ടോകൾ കണ്ടിട്ട് അപ്പോൾ കുറേ മുന്നത്തെ ഫോട്ടോസൊക്കെ ഉണ്ടാവും. ഇതാട്ടോ
അന്ന് എന്നോട് ഞാൻ ഒരു രണ്ടാമത്തെ വീഡിയോയിൽ വൈറ്റ് ഷാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വൈറ്റിൽ പ്രിന്റ് വരുന്നുണ്ടോ വെച്ചിട്ട് കുറേ ഒരു ആള് ചോദിച്ചിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു വൈറ്റിൽ പ്രിന്റ് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒക്കെ ഇതാക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നുള്ളൂ വൈറ്റിൽ പ്രിന്റ്. കണ്ടില്ലേ, ഇതാ സൈഡിൽ ഇങ്ങനെ ബോർഡർ വരുന്നുണ്ടോ, മുഴുവൻ നിർത്താൻ മടിച്ചിട്ടാണ്. ഈ ഷാള് ഒരുപാട് ആൾക്കാർ ഷാള് ചോദിച്ച് വരും കേട്ടോ. പക്ഷേ ഈ ഷാള് നമുക്ക് ഓർഡർ എടുക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രാന്ത് വേറെ ഒന്നുമില്ല. കാരണം ഷാളിന്റെ ഫോട്ടോ ഉണ്ടോ എന്താ പറയുക, എനിക്ക് ഷാൾ അതുകൊണ്ടാണ് ഷാൾ ഫോട്ടോ എടുക്കുക ഒരു ചടപ്പാണ്. അത് വേറെ ഒന്നും വേണ്ട. ഇത് മടക്കാനും നേരെ നിൽക്കൂല. ഇത് തിരുമ്പാനും അത് മൂലാണ് ബാക്കിലല്ലേ. ഡാമേജ് ഉണ്ട്, കണ്ടെങ്കിൽ നമുക്കാണ് മാറ്റി വെക്കുക. വെറുതെ നമുക്ക് തിരുമ്പാനും പറ്റൂല. ഇതേ തിരുമ്പിയ പിന്നെ മടക്കാൻ നേരെ നിൽക്കും. ഇവന് ഷാള് പോന്ന് പറഞ്ഞ ഇതാണ്. അപ്പൊ ഇതൊക്കെ ചുരിദാർക്കും പറ്റൂട്ടോ. കോട്ടൺ ചുരിദാർ നമ്മള് ഏതെങ്കിലും ഈ ഡെയിലി ജോലിക്കൊക്കെ പോണ ആൾക്കാരുണ്ടെങ്കിലേ ഓലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കളറ് ഒരു വെള്ളയും കറുപ്പും ചുരിദാറും ടോപ്പ് അടിച്ച് വെച്ചാല് അതിക്ക് ഇങ്ങനത്തെ ഷാളുകള് ഇതാണ്. ഞാൻ പണ്ട് അങ്ങനെയൊക്കെ കാട്ടിയിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ്. ഞാൻ ഒരു കറുപ്പ് ടോപ്പ് അടിച്ചു, എന്നിട്ട് അതിക്കൊരു പീക്കോക്ക് ബ്ലൂ ഷാള്. ഒരാഴ്ച 7 ഷാള് വാങ്ങും. അങ്ങനല്ല കേട്ടോ, അങ്ങനല്ല. ഒരു പീക്കോക്ക് പറഞ്ഞ അസർമുല്ല കളർ ഇല്ല, അസർമുല്ല കളർ അറിയില്ലേ നമ്മളെ ഒരു ആ കളർ നിങ്ങൾക്ക് അറിയാലോ. പണ്ടൊക്കെ പറഞ്ഞിരുന്നു ഈ അസർമുല്ല കളർ എന്നൊക്കെ. ആ കളർ ഷാള് എടുക്കും ഒന്ന്. ഒരു പീക്കോക്ക് ബ്ലൂ ഷാള് എടുക്കും. പിന്നെ ലൈറ്റും എടുക്കും. ഇതാണോ, ഇതന്ന് ഞാൻ ഇട്ടിൻ്റെ ബാക്കി കേട്ടോ. കാരണം ഇത് 2-3-4 പീസ് ഉണ്ടായിരുന്നു. ഇതാണ് അന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ട് വൈറ്റിൽ പ്രിന്റ് പറഞ്ഞിട്ട് വൈറ്റിൽ പ്രിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണെന്നോ, ഇത് കറുപ്പുമല് ഇതിന് ഞാൻ നാളെ ഒരു അടി കൂടേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഷാള് വേണ്ടി വരും. ഈ ഷാള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കൊടുന്നാലും മതി വരാത്തൊരു സാധനമാണ്. കാരണം ഇന്ന പോലത്തെ ആൾക്കാർക്ക് കണ്ടില്ലേ ഇവിടെയൊക്കെ നോക്കി കരയാനേക്കാരം. നാളെ അടി ഉണ്ടാവും. ഇനി ഉണ്ടോ തോനെ ഞാൻ നിർത്തിയിട്ട് ഏതെങ്കിലും കൊണ്ട വേനലിലൊരു മഴ, വർഷത്തിലൊരു മഴ. ഇപ്പൊ ഏതിലൊരു മഴ ഇല്ലാത്ത ഈ സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലേ ഇങ്ങനത്തെ ഒരു പ്രിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ കടയിലായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചെന്ന് പറയാൻ പറ്റൂല. നിങ്ങളെ കണ്ണിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയണം. നിങ്ങളെ ടേസ്റ്റ് വേറെ. പക്ഷെ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറയുമ്പോൾ ഇതുണ്ട്. പിന്നെ 100-ൽ 100 പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല. ഞാനിപ്പോഴും 100-ൽ 50-ൽ എനിക്ക് പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എല്ലാ സാധനം ഞാൻ അലക്കി നോക്കിയിട്ട് ഞാനായിട്ട് പ്രൊഡക്ഷൻ ചെയ്യണത് അല്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വാരി വലിച്ചു കൊടുന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ചില ചതികൾ നമുക്ക് പറ്റും. അത് നമ്മൾ അംഗീകരിച്ചേ ട്രൈ ചെയ്യുമ്പോ എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ കേട്ടോ. പിന്നെ എന്താ പൂച്ച ഒരു പ്രാവശ്യം ചൂടുള്ളത്. അപ്പോൾ അതല്ല, അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഞങ്ങൾ അടിപൊളിയാണ്, ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെയാണ്, ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെ. പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് തന്നെ ചിലപ്പോൾ പണി കിട്ടും ഇങ്ങനെ. അപ്പോൾ ഞാൻ മാക്സിമം വെള്ളത്തിൽ മുക്കി വെക്കുന്നത് അതുകൊണ്ടാണ് ചില സാധനങ്ങളൊക്കെ. പിന്നെ ഇതൊന്നും എന്ന് നമുക്ക് എക്സ്പീരിയൻസിൻ്റെ മുകളിലാണ്. കാരണം നമ്മൾ ഒരുപാട് സെയിൽ നടത്തിയ ഷാളാണ്. ഡാമേജ് ഉണ്ടാവും കേട്ടോ. എന്തൊക്കെയോ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നത് ഇത് നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ഒരുപാട് നിൽക്കുകയും ചെയ്യും ഈ ഷാൾ കേട്ടോ.
ഒരുപാട് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ചുരിദാർ വിറ്റ് ഒക്കെ അതിനൊക്കെ ഒപ്പം വരുന്ന ഷാളുകൾ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കണോട്ടോ വലിയ ഇങ്ങനത്തെ ഒക്കെ പ്രിന്റ് നമ്മളെല്ലാതും കൂടെ തോന്നി. അപ്പോൾ ഇത് ഞാൻ പറയും ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്ന ഷാളുകൾ ഇതാണ്. നമ്മള് ഇതിന് മുന്നേ സ്റ്റോക്ക് എടുത്ത സാധനമാണ് ഇത്. ഇതാണ് ഡാമേജ് വരുന്ന ഷാള് ഇതാണ്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാലോ നല്ല സാധനമാണ്, കുറെ കാലം നിൽക്കും ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് പണിയാണ്. പണി എനക്കാണിത് നീർത്തലും. ഇത് മറക്കാനാണ്. ഇത് നാളെ ഇതിലൊരു മൂലക്കിൽ ഇട്ടച്ചളാ. മടക്കാ കാണത് പൊന്തിയ സ്പ്രിങ്ങിന്റെ വഴി. അല്ലാന്നുണ്ടെങ്കിൽ നാളെ ആരും ഇല്ല മടക്കാനും ഇതിനൊന്നും. അപ്പൊ നമ്മള് നല്ല നിലക്ക് ഇത് അവിടെ പിടിച്ച് വലിച്ച് ഇങ്ങനെ ഒഴിഞ്ഞാണ്. ഇത് ഇങ്ങനെ ചുരുട്ടിട്ട് റബ്ബർ ഇട്ടാ മതി. ഇനി റബ്ബർ ഇട്ടാക്കാനും വേണ്ട ഇത് ചുരുട്ടുക. നാളെ എനിക്ക് തീക്കാനും പണി. ഇല്ലെങ്കിൽ വരുന്നതിലൂടൊക്കെ ഇതൊന്ന് ഓരോന്നെടുത്ത് പോകാൻ പറയാ. ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് തന്നെ വെക്കണം. ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഷാളിൽ നല്ല ഞാൻ ഫസ്റ്റ് എൻ്റെ വീട്ടിൽ കച്ചവടം ചെയ്തിരുന്നു. എല്ലാവരും പറഞ്ഞു എന്നോട് മാക്സി മാത്രം പോരാ, മാക്സിക്ക് ഷാളും വേണം. ഓരോരോ അഭിപ്രായം പറയില്ല. മാക്സിക്ക് ഷാളും വേണം, മാക്സിക്ക് ഷാളും വേണം. അപ്പോൾ കൊണ്ടാ അങ്ങനെ ഞാൻ ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മാക്സിക്ക് ഷാൾ ഇറക്കിയപ്പോൾ ഈ ഉണ്ട കണ്ടുകാണ്ട് ഞാനും ഇറക്കിയത്. എന്തുണ്ട? ഇങ്ങനെ പിച്ച ഉണ്ട ഞാൻ കൊടുന്നുകാണ്ട് ഞാനിതിങ്ങനെ അട്ടിക്ക് വെച്ചു. ഓരോരുത്തർ നോക്കും, ഈ പ്രിൻ്റ് ഉണ്ടോ, ഈ പ്രിൻ്റ് ഉണ്ടോ. ചെറിയ നിർത്തിയാൽ നമുക്ക് എന്താണ് അത് മടക്കി വെക്കാൻ ബുദ്ധിമുട്ട്. കഴിഞ്ഞോ? മടക്കി വെക്കാൻ ബുദ്ധിമുട്ടായത് കാരണം എന്ത് ചെയ്തു, ഞാൻ നിർത്താൻ സമ്മതിച്ചില്ല. കണ്ടില്ലേ ഈ ഷാള്. കാണും. അപ്പോൾ അത് വേണ്ട. അങ്ങനെ ഈ ഷാൾ എന്ത് ചെയ്തു, ഒരുപാട് ബാലൻസ് വന്നു. അതിൽ ഞാനൊരു ദിവസം ഒരാൾക്ക് നിർത്തി കൊടുത്തേക്കണം. ഇത് നിർത്തിയപ്പോൾ ഇതിൻ്റെ പുള്ളി ഇങ്ങനെയാണല്ലേ എന്നാണ്. അപ്പോൾ അടുത്തത് നിർത്തിയപ്പോൾ അതിലും വലിയ രസം. അപ്പോൾ അതിൻ്റെ അടുത്ത് നിർത്തി. അപ്പോൾ അങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അല്ല ഞാൻ ഫുള്ള് നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്നിപ്പോൾ ചെറിയ കുട്ടിയാണ്, പിന്നെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. കണ്ടില്ലേ? അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഈ പുള്ളിശാലിട്ട് വന്നപ്പോൾ എല്ലാവരും എന്നോട് അവിടെ നിന്ന് ചോദിച്ചു, നല്ല രസമുണ്ട് ഷാള്, നല്ല രസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കടയിലുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫുള്ള് ഷാള് നിർത്തിയിട്ട് അയ്മൺ ഇട്ടപ്പോൾ ആൾക്കാർക്ക് നല്ല, അത് വരെ വേണ്ട പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്തു, ഷാൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്ത് ചെയ്തു, ഷാള് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് ഷാളിൻ്റെ ബിസിനസ്സും ഇതിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് നടത്തി. അപ്പോൾ ഷാളും പോകും. പക്ഷെ എന്താ ഞാൻ ഇതിനായിട്ടൊക്കെ ഓരോരോ സ്പേസ് കണ്ടെത്തണം, നമ്മൾ സ്ഥലം കണ്ടെത്തണം. അപ്പോൾ ഇൻഷാ അല്ലാഹ്